ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. GF ഗുഡ്നസ് ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ചില ദിവസങ്ങൾക്ക് മുമ്പ് 2026 ജനുവരി ആദ്യ വാരത്തിൽ കൊല്ലം ജില്ലയിലെ പത്തനാപുരം താലൂക്കിലുള്ള പിടവൂർ സത്യൻമുക്ക് എന്ന സ്ഥലത്ത് ഒരു വിവാദ സംഭവം നമ്മൾ എല്ലാവരും സോഷ്യൽ മീഡിയ വഴി കാണുകയും കേൾക്കുകയുണ്ടായി. ഒരു പെന്തക്കോസ്ത് കുടുംബത്തിൻ്റെ വീടിൻ്റെ മതിലിൽ വർഷങ്ങളായി അവർ ഒരു ബൈബിൾ വചനം എഴുതി വച്ചിരുന്നു. ഇതിൽ വിഗ്രഹാരാധികൾ എന്ന ഒരു പദം ഹൈന്ദവ സംഘടനകളെ പ്രകോപിപ്പിക്കുകയും വലിയ പ്രതിഷേധം ഉളവാകുകയും ചെയ്തു. ഒടുവിൽ പോലീസ് എത്തി ആ പ്രത്യേക പദം മാത്രം സ്പ്രേ പെയിൻ്റ് ഉപയോഗിച്ച് മായ്ച്ചു കളയുകയും ആ പ്രശ്നം താൽക്കാലികമായിട്ട് പരിഹരിക്കുകയും ചെയ്തു. ആ വീട്ടുടമസ്ഥർ വർഷങ്ങളായി അത് ചെയ്തു വന്നിരുന്നു എന്ന് പറയുന്നു. അവർ വിശ്വസിക്കുന്ന വചനം എഴുതിയത് ന്യായീകരിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. അവർ വചനം എഴുതിയില്ലെങ്കിൽ രാഷ്ട്രീയക്കാർ അവരുടെ പരസ്യം വന്ന് ആ മതിലിൽ എഴുതുവാനും മറ്റ് പോസ്റ്ററുകളൊക്കെ ഒട്ടിച്ച് അത് മോശമാക്കുവാനും ഒക്കെ സാധ്യത കൂടുതലാണ്. ഇവിടെ വചനം എഴുതിയതും വചനം മായ്ച്ചതുമായിട്ടുള്ള വിഷയത്തിൽ ഒരു അസഹിഷ്ണുത ഉണ്ടായി. എന്താണ് അസഹിഷ്ണുത? ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റേതിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നിനെ ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ ഉള്ള മനസ്സിൻ്റെ കഴിവില്ലായ്മയാണ് അസഹിഷ്ണുത എന്ന് പറയുന്നത്. ഞാനിത് കണ്ടുപിടിച്ചൊന്നുമല്ല കേട്ടോ, ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിച്ചതാണ്. പത്തനാപുരത്തെ സംഭവത്തിൽ നടന്ന ഇതാണ്. വചനത്തിലെ ഒരു വാക്ക് തങ്ങളുടെ വിശ്വാസത്തെ ഹനിക്കുന്നു എന്ന് തോന്നുമ്പോൾ അത് സഹിക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഹൈന്ദവ സംഘടനകൾക്കുണ്ടായി. മതിലിലെ വചനം മായ്ക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നപ്പോൾ ക്രിസ്ത്യാനികൾക്കും തങ്ങളുടെ അവകാശങ്ങൾ ലംഘിക്കുന്നു എന്ന ഒരു തോന്നലുണ്ടാവുകയും അവിടെ അവർക്കും ഒരു അസഹിഷ്ണുത ഉണ്ടാകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സോഷ്യൽ മീഡിയയുടെ സ്വാധീനം മുൻപ് ഉണ്ടായിരുന്നത് പോലെയല്ല. അത് ചെറിയൊരു പ്രശ്നം പോലും വളരെ പെട്ടെന്ന് എല്ലാവരിലേക്കും എത്തും. അത് പെട്ടെന്ന് ചർച്ചയാവുകയും ചെയ്യും. ആളുകൾ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പരസ്പരം വിദ്വേഷം പുലർത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരാൾക്ക് യഥാർത്ഥ ആത്മീക ബോധം ഉണ്ട് എങ്കിൽ അയാൾ ഒരിക്കലും അസഹിഷ്ണുതയുള്ള ഒരാളായിരിക്കില്ല, അയാൾ സഹിഷ്ണുതയുള്ള ഒരു ആളായിരിക്കും. ഇന്ന് വാസ്തവത്തിൽ ലോകം അന്വേഷിക്കുന്നത് ചുവരിൽ എഴുതുന്ന ദൈവവചനങ്ങളല്ല. അതൊക്കെ ജനം കണ്ടു മടുത്തു കഴിഞ്ഞു. ജനത്തിന് ആവശ്യമായിരിക്കുന്നത് ചുവരിൽ എഴുതുന്ന അക്ഷരങ്ങളല്ല, വചനങ്ങളല്ല ജനത്തിന് ആവശ്യമായിരിക്കുന്നത്. ദൈവവചനം എന്തു പറയുന്നു? 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം, ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ, അത് മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവിനാൽ, അതേ കൽപ്പലകയിലല്ല, ഹൃദയമെന്ന മാംസപ്പലകയിൽ തന്നെ എഴുതിയിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഞങ്ങൾ ക്രിസ്തുവിൽ വിളിക്കപ്പെടുവാൻ തക്കവണ്ണം യോഗ്യരാക്കിയല്ലോ. ഞങ്ങൾ സുവിശേഷം അറിയിച്ചു, നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, നിങ്ങൾ വിശ്വാസികളായി മാറി. നിങ്ങളിപ്പോൾ ക്രിസ്തുവിൻ്റെ പത്രമായി വെളിപ്പെട്ടു വന്നിരിക്കുകയാണ്. ഇവിടെ പത്രം എന്ന വാക്ക് ന്യൂസ് പേപ്പർ എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പത്രം എന്ന് പറയുന്നത് കത്ത് അല്ലെങ്കിൽ ഒരു സന്ദേശം. അതായത് ലോകത്തിന് വായിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സന്ദേശമായിട്ട് ഒരു വിശ്വാസി, ഒരു പാസ്റ്റർ, ഒരു ക്രിസ്തീയ വ്യക്തി മാറണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. 2 കൊരിന്ത്യർ 3:6, അവൻ ഞങ്ങളെ പുതുനിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിൻ്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിൻ്റെ ശുശ്രൂഷകന്മാരത്രേ. പുതുനിയമത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് കേവലം അക്ഷരത്തിലേ അല്ല. പണ്ട് സദ്ദൂക്യരും പരീശന്മാരുമെല്ലാം തൊങ്ങലുകളായി തങ്ങളുടെ വസ്ത്രത്തിൻ്റെ തൊങ്ങലുകളിൽ മേൽ വചനം എഴുതി കൊണ്ട് നടന്നിരുന്നു. എന്നാൽ ഇന്ന് അക്ഷരത്തിൻ്റെ ശുശ്രൂഷകന്മാരെ അല്ല ആവശ്യമായിരിക്കുന്നത്, ആത്മാവിൻ്റെ ശുശ്രൂഷകന്മാരെയാണ് ആവശ്യമായിരിക്കുന്നത്. കാരണം അടുത്ത വാക്യത്തിൽ പറയുകയാണ്, അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. ശുശ്രൂഷയുടെ ഒരു വലിയ വ്യത്യാസം ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അക്ഷരം എന്ത് ചെയ്യാണ്? കൊല്ലുകയാണ്. അതിൽ നിന്ന് മരണമാണ് ഉളവാകുന്നത്. ഒരു വ്യക്തി തൻ്റെ സ്വന്തം ജീവിതത്തിലില്ലാതെ മറ്റൊരാളോട് വചനം പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടിരിക്കുന്നയാൾ ചത്തോണ്ടേയിരിക്കും, ഒരു ജീവനും ഉണ്ടാകില്ല, മരിച്ചുകൊണ്ടേയിരിക്കും. ചില ആളുകൾ സഭയിലൊക്കെ പ്രസംഗിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവിടെയുള്ള ആളുകൾ ഇങ്ങനെ ചത്തുറങ്ങിക്കൊണ്ടിരിക്കും. ജീവൻ പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ അത് അക്ഷരത്തിൻ്റെ ശുശ്രൂഷയാണ്.
എന്നാൽ ആത്മാവിൻ്റെ ശുശ്രൂഷ ആണ് ഒരു മനുഷ്യനെ ജീവിപ്പിക്കുന്നത്. അതവനെ ലിഫ്റ്റ് ചെയ്യും, അതവനെ കയറ്റിക്കൊണ്ടുവരും. നിയമങ്ങളെയും വചനങ്ങളെയും വെറും അക്ഷരങ്ങളായി മാത്രം കാണുമ്പോൾ അത് മനുഷ്യർക്കിടയിൽ വിദ്വേഷവും കലഹവും പരസ്പരം അടിക്കുവാനുള്ള ഒരു അവസരമായി അക്ഷരം മാറുന്നു. അത് സ്നേഹത്തെ കൊല്ലുന്നു. വചനം മുഴുവൻ പഠിച്ച് തലയിൽ കയറ്റി വെച്ചാൽ ഒരു കാര്യവുമില്ല. അത് റീമയായി മാറണം. ആത്മാവ് ജീവിപ്പിക്കണമെങ്കിൽ അത് ഹൃദയത്തിൽ ജ്വലിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 27 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 2 പേര് നടന്നു പോവാണ്. യേശുവിൻ്റെ 2 ശിഷ്യന്മാർ നടന്നു പോവാണ്. യേശുക്രിസ്തു ഒരു പരദേശിയെ പോലെ അവരോടൊപ്പം ചേർന്ന് നടന്നു. എന്നിട്ട് എന്താണ് നിങ്ങൾ സംസാരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നീ പരദേശിയായിട്ട് ഇവിടെ നടന്ന ഈ സംഭവങ്ങളൊന്നും നീ അറിഞ്ഞില്ലേ? യേശു എന്നൊരാളെ ഇങ്ങനെ കൊന്നതും ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റെന്ന് പറയുന്ന സംഭവങ്ങളൊന്നും നീ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിൽ നിന്നും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളത് യേശു അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അതിനുശേഷം യേശു അവർക്ക് വെളിപ്പെട്ടെന്ന് മറന്നുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ പറയുന്ന ഒരു വാക്കുണ്ട്, ലൂക്കോസ് 24:32. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. തിരുവെഴുത്തുകൾ നമ്മുടെ ഉള്ളിൽ തെളിയുമ്പോൾ അത് ജ്വലിച്ചുകൊണ്ടിരിക്കും, അത് കത്തിക്കൊണ്ടിരിക്കും. എനിക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ നമ്മുടെ ഉള്ളിൽ അത് ജ്വലിച്ചുകൊണ്ടിരിക്കും, അത് കത്തിക്കൊണ്ടിരിക്കും. യേശു കർത്താവ് വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുപോകണം. നമ്മുടെ തലയിൽ ഇതിൻ്റെ ഗ്രീക്കോ ഹീബ്രുവോ എന്തൊക്കെ പറഞ്ഞ് കയറ്റി വെച്ചിട്ട് ഒരു കാര്യമില്ല. ബുദ്ധിയിൽ തിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇത് മതിലിന്മേൽ എഴുതിയത് കൊണ്ട് ഒരു കാര്യമില്ല. ക്രിസ്തുവിൻ്റെ ഒരു സന്ദേശവാഹകനായിട്ട്, ഒരു പത്രമായിട്ട് നാം മാറണം. പരിശുദ്ധാത്മാവ് വചനം നമ്മുടെ ഹൃദയത്തിൽ ഉരുവാക്കണം. നമുക്ക് പാപത്തിൽ ജയം കിട്ടണമെങ്കിൽ 119-ാം സങ്കീർത്തനത്തിൽ 11-ാം വാക്യത്തിൽ പറയുകയാണ്, പാപത്തിൽ നമുക്ക് ജയം കിട്ടണമെങ്കിൽ വചന ഹൃദയത്തിൽ എന്ത് ചെയ്യണം? വെക്കണം. ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുമ്പോഴാണ് പാപത്തിന്മേൽ നമുക്ക് ജയം കിട്ടുക. പരിശുദ്ധാത്മാവ് നമുക്കത് വെളിപ്പെടുത്തി തരും. പുഴവക്കത്ത് പൗലോസും ശീലാസും അവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ലുദിയയുടെ ഹൃദയം കർത്താവ് തുറന്നു. കർത്താവ് നമ്മുടെ ഹൃദയത്തെ തുറന്ന് ദൈവവചനത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് ചെല്ലണം. ഇത് ഒരു ഉഴുതുമറിച്ച ഒരു നിലത്തിൽ വീഴുന്ന നല്ല വിത്തായിട്ട് അവിടെ വീണ് അത് വളരണം, അത് ജ്വലിക്കണം. അപ്പോഴാണ് അതിന് ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാലോ, ഒരു പനിക്ക് ഒരു പനി അല്ലെങ്കിൽ ഒരു തലവേദന വന്നു, ഒരു ഗുളിക കഴിച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ ഗുളിക മുഖാന്തരം നമ്മുടെ പനി വിട്ടുമാറുന്നത് നമുക്കറിയാനായിട്ട് സാധിക്കും. നമ്മുടെ തലവേദന മാറിപ്പോകുന്നത് നമുക്കറിയാനായിട്ട് സാധിക്കും. ഇതുപോലെ വചനം ക്രിയ ചെയ്യുന്ന ഒന്നാണ്, അത് ജീവിപ്പിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ ഒരു മദ്യപാനി മദ്യം കഴിച്ചു കഴിഞ്ഞാൽ അവൻ പതുക്കെ കുറച്ച് നല്ല കുടിച്ച് പൂസായി കഴിയുമ്പോൾ അവൻ പതുക്കെ ആടാൻ തുടങ്ങും. അവൻ്റെ കാലിൽ നിലത്തിറക്കാതെ അവൻ ആടാൻ തുടങ്ങും. അപ്പം നമുക്ക് മനസ്സിലാവുക മദ്യപിച്ചിട്ടെന്ന് മനസ്സിലാകും. ഇതുപോലെ ദൈവവചനം നമ്മുടെ ഉള്ളിൽ ശക്തി പ്രാപിക്കുമ്പോൾ വചനം യേശു തന്നെയാണ്. അപ്പം യേശു നമ്മുടെ ഉള്ളിൽ ഉരുവാകുമ്പോൾ, ജീവനാകുമ്പോൾ, ശക്തിയാകുമ്പോൾ, അത് ഹൃദയത്തിൽ ചെല്ലുമ്പോൾ അത് വെളിച്ചമുണ്ടാക്കും. അപ്പോൾ അതിന് അധികാരം ഉണ്ടാകും, അതിന് ശക്തി ഉണ്ടാകും. പിശാച് വചനത്തിന്മേൽ അടങ്ങും. നമ്മൾ പറയുമ്പോൾ പിശാച് അടങ്ങും. നമ്മുടെ ഹൃദയത്തിൽ വചനം ഇരുന്നാലേ കാര്യമുള്ളൂ. നമ്മൾ വചനത്തെ തലയിൽ കയറ്റി വെച്ചിട്ട് എത്ര നടന്നാലും പിശാചിന് ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല, ഒരു തലവേദനയും പിശാചിന് ഉണ്ടാകുന്നില്ല. ഇതിൻ്റെ എല്ലാ തർജ്ജമകളും പഠിച്ച് ഇതിൻ്റെ എല്ലാം സ്റ്റോർ ചെയ്ത് നമ്മുടെ ബുദ്ധിയിൽ 66 പുസ്തകങ്ങളും അതിൻ്റെ എല്ലാ കൺകോർഡൻസും എല്ലാം നമ്മൾ പഠിച്ച് ബുദ്ധിയിൽ കയറ്റി വെച്ചിട്ട് ഒരു കാര്യം പിശാചിന് ഒരു ഭയം ഉണ്ടാകാൻ പോകുന്നില്ല. അതുപോലെ തന്നെ ഈ വചനം, ഈ ബൈബിൾ എടുത്ത് നമ്മുടെ തലയിണയുടെ അടിയിൽ വെച്ചിട്ട് നമ്മൾ ഉറങ്ങിയാലും പിശാചിനൊരു പേടി ഉണ്ടാകാൻ പോകുന്നില്ല. അതൊക്കെ തെറ്റായ ചില ധാരണകൾ മാത്രമാണ്. യേശുവിൻ്റെ
വചനം ജഡമായി തീർന്ന് നമ്മുടെ ഉള്ളിലിരിക്കുമ്പോൾ പിശാചിന് ഭയമുണ്ടാകും. കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ എന്നെ വിളിക്കുകയുണ്ടായി. 1.5 വർഷം 2 വർഷത്തോളം പരിചയം ആ പാസ്റ്ററായിട്ട് എനിക്ക് ഉണ്ട്. ഒത്തിരി ഡീപ്പായിട്ടുള്ള പരിചയമൊന്നുമല്ല, ഞങ്ങളൊരു വഴിയിൽ വെച്ച് പരിചയപ്പെട്ടു. അതിനുശേഷം ഒരു സ്ഥലക്കച്ചവടവുമായിട്ട് ഞങ്ങൾ കുറച്ചുകൂടെ ഒന്നുകൂടെ അടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ആ സമയത്ത് എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുള്ള സമയത്ത് ഞാൻ എൻ്റെ വീട്ടിലൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് വരാനായിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിന് തയ്യാറായില്ല, വരാമെന്നെല്ലാം പറഞ്ഞെങ്കിലും വന്നില്ല. എന്നാൽ കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദർ എന്തുണ്ട് വിശേഷങ്ങളെന്നെല്ലാം ചോദിച്ചതിന് ശേഷം അദ്ദേഹത്തിനോട് പറഞ്ഞു, എൻ്റെ സഭയിൽ ഇങ്ങനെ ഒരാൾക്കൊരു പ്രയാസമുണ്ട്, ഒരു ബുദ്ധിമുട്ടുണ്ട്, അതൊന്ന് പ്രാർത്ഥിക്കണം, ഒരു വിടുതൽ കിട്ടണം, ബ്രദർ ഒന്ന് പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു. എനിക്ക് പാസ്റ്റർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ മനസ്സിലായി ഈ വിഷയം പാസ്റ്ററുടെ കുടുംബത്തിൽ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ പാസ്റ്റർക്ക് ഒരു ആലോചന പറഞ്ഞു കൊടുത്തു. എന്നെ ആൾ ചെറുതായി കാണുന്നതുകൊണ്ടാണല്ലോ എന്നോട് തുറന്ന് സംസാരിക്കാത്തത്. ഞാൻ പാസ്റ്റർക്ക് ഒരു ആലോചന പറഞ്ഞു കൊടുത്തു. ഇന്ന ഒരു പാസ്റ്ററുണ്ട്, അദ്ദേഹം വിടുതൽ ശുശ്രൂഷയൊക്കെ ചെയ്യുന്ന ഒരാളാണ്, പാസ്റ്റർ അവിടെ പോയാൽ ആ ആളെ കൊണ്ട് അവിടെ പോകാനായിട്ട് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അവിടെ പോയി പ്രാർത്ഥിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിനുശേഷം ആ പാസ്റ്റർ എന്നെ വിളിച്ച് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ മകളിലായിരുന്നു പ്രശ്നങ്ങളുണ്ടായിരുന്നത്, ഭാര്യയിലായിരുന്നു പ്രശ്നങ്ങളുണ്ടായിരുന്നത്, അത് പ്രാർത്ഥിച്ച് കെട്ടഴിച്ച് വിട്ടു എന്ന് പറയുകയുണ്ടായി. പിന്നീട് 2 മാസങ്ങൾക്ക് ശേഷം ഇന്നലെ മിനിയാന്ന് അദ്ദേഹം എന്നെ വിളിക്കുകയാണ്. മിനിയാന്ന് അദ്ദേഹം എന്നെ വിളിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് ഒരു കാര്യം കാണിച്ചു തന്നു. 2 കാലിലും ചങ്ങല കെട്ടിയിരിക്കുന്നു. അതിനുശേഷം പരിശുദ്ധാത്മാവ് ആ ചങ്ങല ഉടയ്ക്കുന്നതായിട്ടും പൊട്ടിക്കുന്നതായിട്ടും എനിക്ക് കാണിച്ചു. സംസാരം തുടങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു, കാലിന് വേദന ഉണ്ടല്ലേ, കാലിന് വലിയ ഉണ്ടല്ലേ എന്ന് ചോദിച്ചു. ബ്രദർ നീ പറഞ്ഞത് ശരിയാണ്, എങ്ങനെയാണ് മനസ്സിലായത് എന്ന് ചോദിച്ചു. അതിനുശേഷം അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് ഒന്ന് പ്രാർത്ഥിക്കണം ബ്രദറെ, 10 ദിവസമായി നല്ല വേദനയുണ്ട്, അത് മാറുന്നില്ല, ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉറപ്പായിട്ട് പ്രാർത്ഥിക്കാം. നാളെ പാസ്റ്റർ ഉപവാസം എടുക്കുക, ഞാനും ഉപവാസം എടുക്കാം, നമുക്ക് ഒരു 12 മണിക്ക് ശേഷം പാസ്റ്ററിനെ വിളിക്കുക, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും 2-3 ദിവസമായിട്ട് ഉപവാസത്തിലായിരുന്നു. അങ്ങനെ പാസ്റ്റർ ഞാനൊരു വലിയ ആളാണെന്നുള്ള നിലയിൽ ഒന്നും പറയുന്നതല്ല, അങ്ങനെയൊന്നും ആരും ചിന്തിക്കുകയോ തിരുത്തിരിക്കുകയോ ഒന്നും വേണ്ട, എന്തെങ്കിലും ആകുന്നു ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമാകുന്നു. ആ ദൈവദാസൻ എന്നെ വിളിച്ചു. 12 മണിക്ക് ശേഷം ഞാൻ ആ ദൈവദാസന് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു, കാലിന് വേദന കൂടാതെ അദ്ദേഹത്തിന് വേറെ ചില സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം വെച്ച് ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം രാത്രിയിലും ഞാൻ ആ ദൈവദാസന് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവേ, ഇന്ന് നല്ല ഉറക്കം കൊടുക്കണം, നല്ല സമാധാനം കൊടുക്കണം, അങ്ങയുടെ ഒരു ഊഴിയക്കാരനാണ്, ഒരു ശുശ്രൂഷക്കാരനാണ്, കരുണ കാണിക്കണമെന്നെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഇന്ന് നേരം വെളുത്ത് ഏകദേശം ഒരു 8:30 ആയപ്പോൾ എനിക്ക് ഫോൺ വന്നു. ബ്രദർ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല, നിമ്മതിയായി തൂങ്ങിയെന്ന് പറഞ്ഞാൽ ആ സംസാരത്തിൽ തന്നെ ഉണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ശരിക്കും ഉറക്കം കിട്ടാതെ കിടന്ന ആ പാസ്റ്റർ സന്തോഷമായിട്ട് കിടന്നുറങ്ങിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കനവിൽ ആ സംഭവങ്ങളെല്ലാം പിന്നെ കണ്ടോ? ഇല്ല, അതൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തുറന്ന് പ്രാർത്ഥിക്കാം, പാസ്റ്ററും അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ ഉപവാസം എടുക്കുക, പ്രാർത്ഥിക്കുക എന്നെല്ലാം പറഞ്ഞു. ദൈവവചനം നമ്മുടെ ഉള്ളിൽ ഹൃദയത്തിലിരിക്കുമ്പോൾ പിശാചിന് അത് അറിയാൻ പറ്റും. അവൻ യേശുവിനെ കാണും, അവൻ നടുങ്ങും, അവൻ ഭയപ്പെടും. നാം പറയുമ്പോൾ അവൻ വിട്ടുമാറിപ്പോകും. ദൈവവചനം മതിലിൽ എഴുതിയത് മാച്ചത് കൊണ്ട് നമ്മൾ അസഹിഷ്ണുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ബൈബിള് കത്തിച്ചതുകൊണ്ട് നമ്മൾ അസഹിഷ്ണുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇത് നമ്മുടെ ഹൃദയത്തിലിരുന്നാൽ യേശുവിൻ്റെ ഒരു പത്രമായിട്ട് നമ്മളെ മറ്റുള്ളവർക്ക് വായിക്കാൻ പറ്റിയാൽ നാം ജയാളിയാണ്. അപ്പോൾ നാം പറയുമ്പോൾ കാറ്റടങ്ങും, കോട്ടകൾ ഇടിയും, കെട്ടുകൾ പൊട്ടും, ചങ്ങലകൾ പൊട്ടും, ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി, വചനം തലയിൽ നിന്ന് ഹൃദയത്തിലേക്ക് വരുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. വരുന്ന ആളുകളിൽ ദൈവം അനുവദിച്ചാൽ ഇതിൻ്റെ കുറച്ചുകൂടി വിശദമായ അതൊക്കെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഗൈഡൻസ് അനുസരിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് നമുക്ക് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിലുള്ള കമൻറ്റുകളെല്ലാം അതിനകത്തിടുക. നിങ്ങൾക്കത് പ്രയോജനമായി, വചനം കേട്ടത് പ്രയോജനമായി, ആ ഒരു വചനം ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ്, ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നതാണ്, അങ്ങനെ കമൻ്റ് ഇടുന്നത് എനിക്കൊരു പ്രോത്സാഹനമായിരിക്കും. ഈ ശുശ്രൂഷയുടെ പിന്നിൽ വില കൊടുത്തിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഉപവാസത്താലും പ്രാർത്ഥനയാലും ഒക്കെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച തിരുവെഴുത്തുകൾക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. കർത്താവേ,
അങ്ങയുടെ വചനം റീമയായി ഞങ്ങളുടെ ഉള്ളിലേക്ക് വരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് പിറക്കുന്നതിന് മുമ്പ് യെശയ്യാപ്രവാചകൻ എഴുതി വെച്ചു, കന്യക ഗർഭിണിയായിട്ട് ഒരു മകനെ പ്രസവിക്കും, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവൻ പേര് വിളിക്കണം. എന്നാൽ അന്ന് വിവാഹ നിശ്ചയം കഴിഞ്ഞ് മറിയയുടെ അടുക്കൽ ഗബ്രിയേൽ ദൂതൻ വന്നിട്ട് പറഞ്ഞു, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, നിനക്ക് ദൈവത്തിന് കൃപ ലഭിച്ചിരിക്കുന്നു. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവന് പേര് വിളിക്കണം. വർഷങ്ങൾക്ക് മുമ്പ് ലോഗോസായിരുന്ന വചനം മറിയയുടെ ഉള്ളിൽ റീമായായി വന്നതുപോലെ ഈ എഴുതപ്പെട്ട വചനം ജീവനായി ഞങ്ങളുടെ ഉള്ളിൽ വെളിപ്പെടുവാൻ തക്കണം. പരിശുദ്ധാത്മാവെ, ഇന്ന് വചനം കേട്ട ഓരോരുത്തരെയും അടിനെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് സർവശക്തിയുള്ള ദൈവമായതുകൊണ്ട് സ്തോത്രം. സഹായിക്കണമേ കർത്താവേ. പിശാചുക്കളെ മുറിയടിക്കുവാൻ, തുരത്തുവാൻ, ഭയപ്പെടുത്തുവാൻ, മിരട്ടുവാൻ നിന്റെ വചനം ഞങ്ങളുടെ ഉള്ളിൽ സംഗ്രഹിച്ച് പാപത്തെ ജയിച്ചു മുന്നേറുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കായിട്ടും വിശിഷ്യ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരെ ധാരാളമായിട്ട് അനുഗ്രഹിക്കണമേ. അതുപോലെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കായിട്ടും കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. അങ്ങ് സകല രോഗങ്ങളെയും സൗഖ്യമാക്കണമേ, സകല കെട്ടുകളും അഴിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമം മഹിമപ്പെടണമേ കർത്താവേ. ക്രിസ്തുവിന്റെ പത്രങ്ങളായിട്ട് ശോഭിക്കുവാൻ തക്കൊണ്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. മുഖത്ത് എടുത്താട്ടെ ലടിയങ്ങൾക്ക് വേണ്ടി ജീവൻ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ.